ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള നമ്മുടെ എല്ലാം ജ്ഞാനപീഠം ജേതാവും തിരക്കഥാകൃത്തും അതോടൊപ്പം തന്നെ നോവലിസ്റ്റ് ഒരുപാട് തലങ്ങളിൽ വിരാജിച്ചിട്ടുള്ള MT വാസുദേവൻ നായർ, അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മളെ വിട്ട് പിരിഞ്ഞുപോയ P. ജയചന്ദ്രനെയും അനുസ്മരിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. ഇവിടെ സ്വാഗതം ആശംസിക്കേണ്ടത് ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളെടുത്ത് അതിലൊരു പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അതിന് നേതൃപരമായ ചുമതല വഹിച്ചുകൊണ്ട് നമ്മുടെ അക്ഷരനഗരിക്ക് ഒരു അലങ്കാരമായി, അക്ഷരനഗരിക്ക് വലിയ കടപ്പാടോടുകൂടി മുന്നേറുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ദർശന സാംസ്കാരിക കേന്ദ്രം. ഫിൽക്കോസ് എന്ന് പറയുന്നത് 2009 നമ്മുടെ കോട്ടയത്ത് സ്ഥാപിച്ച് അതിന് പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായ ഫിൽക്കോസ് നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MLA ഫിൽക്കോസും കൂടി ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ 2 ദിവസത്തെ ഷോർട്ട് നോട്ടീസാണ് ഇത് നടത്തിയിട്ടുള്ളത്. 2 ദിവസം. അതെന്തുകൊണ്ടെന്നാൽ അച്ഛനുമായിട്ട് ആലോചിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ 17-ാം തീയതി നിയമസഭ തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കോട്ടയത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട VN വാസവൻ, ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് തന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതാണ്, നിയമസഭ തുടങ്ങുന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോൾ പെട്ടെന്ന് തന്നെ 16-ാം തീയതി തന്നെ നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ചുമതലക്കാരനായി ഇവിടെ നിന്ന് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ അഭിമാനമായ ഫാദർ എമിൽ പുള്ളിക്കാട്ടിനെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെല്ലാം പല വേദികളിലും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ളത്. ഏത് ചുമതലകൾ കൊടുത്താലും ആ ചുമതലകൾ ഹൃദയത്തിലേറ്റി അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു നേർക്കാഴ്ചയായി സമർപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും ഉത്തരവാദിത്തോടു കൂടി 15-ാം നിയമസഭയിൽ മന്ത്രിമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുകയും അതോടൊപ്പം തന്നെ അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ് നമ്മുടെ VN വാസവൻ. ചെറിയ ചുമതലകളല്ല അദ്ദേഹം വഹിക്കുന്നത്. സഹകരണ വകുപ്പാണ് ആദ്യം കൊടുത്ത, സഹകരണവും രജിസ്ട്രേഷൻ വകുപ്പാണ്. അതിൽ സഹകരണ വകുപ്പ് ഇപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി അദ്ദേഹത്തെ തേടിയെത്തി. ആ 2 വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് തുറമുഖവും മറ്റൊന്ന് ദേവസ്വവും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സഹകരണ മേഖലയിൽ അദ്ദേഹം ചുമതലയേറ്റപ്പോൾ സഹകരണ പ്രസ്ഥാനത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ടായതെല്ലാം മാറ്റി പുതിയ നിയമം കൊണ്ടുവന്ന് സഹകരണ മേഖലയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് വേണ്ടത് സഹകരണ പ്രസ്ഥാനമാണ്, കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എല്ലാ കാലത്തും നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക, അതിന് നിയമനിർമ്മാണം നടത്തുകയും നാം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഉത്തരവാദിത്തോടു കൂടി വിശ്വാസമായിട്ട് നമുക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമസഭയിൽ നിയമം പാസാക്കി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ചുമതല എന്ന് പറയുന്നത് തുറമുഖ വകുപ്പാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഒരുപക്ഷെ ലോക ശ്രദ്ധ നേടിക്കൊണ്ട് തന്നെ അതിന്റെ ചുമതലക്കാരനായി രംഗത്ത് വരികയും നമ്മൾ പോലും ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ലോകത്ത് തന്നെ അതൊരു നേർക്കാഴ്ചയായി അതിന്റെ 100% അതിന്റെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് വളരെ തുച്ഛമായ സമയം കൊണ്ടാണ് അത് നിർവഹിച്ചത്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ പ്രോഗ്രസ് കാർഡ് എടുത്ത് പരിശോധിച്ചാൽ 1ാം സ്ഥാനത്ത് വരുന്നു. കേരളത്തിന്റെ അഭിമാനമായി മാറി. അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖമൊക്കെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിന് തന്നെ ഒരു തിലക്കുറിയായി വിഴിഞ്ഞം തുറമുഖം മാറി. മറ്റൊന്ന് അദ്ദേഹം വഹിക്കുന്ന ചുമതല എന്ന് പറയുന്നത് ദേവസ്വമാണ്. ആ ദേവസ്വം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാം വിശ്വാസികളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. ആ വിശ്വാസികളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി അതിന് ചുമതലയേറ്റപ്പോൾ മുതൽ രാപകലില്ലാതെ അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തെ സുഗമമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതിന് വേണ്ടി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വിശ്വാസികളുടെ വിശ്വാസം രക്ഷിക്കുന്നതിന് വേണ്ടി ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായി നമുക്ക് ഈ സീസണിൽ മാറിയിട്ടുള്ളത്. അത് വലിയ അഭിമാനമാണ് കേരളത്തിന്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യാതൊരുവിധ പരാതികളില്ല, കേരളത്തിൽ നിന്ന് പോയവർക്ക് പരാതികളില്ല. ക്ഷേത്രങ്ങളെല്ലാം അതുപോലെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രിയകരനായ ചുമതലക്കാരനായ ഒരു മന്ത്രിയാണ് നമുക്ക് കിട്ടിയത്. ആ മന്ത്രിയെടുത്ത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തന്നെ പത്രക്കാരെല്ലാം പൊതിഞ്ഞു. അതാണ് 2 ദിവസമായി നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് പല ചോദ്യങ്ങളും വന്നു. ആ ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞത് വിശ്വാസികളുടെ തൃപ്തിയാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട VN വാസവന് നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ മന്ത്രിക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക.